നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പല സെറ്റിങ്സുകൾ പല വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ളൊരു സെറ്റിങ്സാണ്. അധികം ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വലിക്കുകയാണ്. വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂൾസുകൾ കാണാൻ സാധിക്കും, ഓരോ ഫീച്ചറുകൾ. ഇതിനകത്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഈ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ബാറിലുണ്ടാകും ഈ സെറ്റിങ്സ്. ഇനി അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോയാൽ അവിടെയും കാണാൻ നിൽക്കി ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള സെറ്റിങ്സ്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമുക്ക് കോളുകൾ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണ്, അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സൈലൻറ്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എല്ലാ കോളുകളും നമുക്ക് സൈലൻ്റ് ആയി പോകും, മെസ്സേജൊക്കെ സൈലൻ്റ് ആവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യപ്പെട്ട ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സൈലൻ്റ് ആക്കുന്നതിന് പകരം ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന അത്യാവശ്യ കോളുകളൊക്കെ നമുക്ക് ലഭിക്കുകയും അത്യാവശ്യ ആപ്പുകളിൽ നിന്നുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് മാത്രം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് മൊത്തത്തിൽ സൈലൻ്റ് ആകില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അത് സൈലൻ്റ് ആക്കി വെക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഡു നോട്ട് ഡിസ്റ്റർബ്. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതോ ആയിട്ടുള്ള കോളുകൾ മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടി ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അത് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിനകത്ത് നമ്മൾ ചില സെറ്റിങ്സുകൾ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അത് എന്താണെന്നാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ടാവും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള സെറ്റിങ്സ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്നാലും ഇവിടെ കാണാം ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത്. അത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെറ്റിങ്സിലോട്ടാണ് എത്താൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിലത് ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത്. ഇത് ഓൺ ചെയ്ത് വെക്കാം. ഇത് ഓൺ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഷെഡ്യൂൾസ് എന്ന് കാണാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും ഇത് കാണാൻ സാധിക്കുക. എല്ലാ മൊബൈൽ ഫോണിലും ഈ ഫീച്ചറുകളൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഞാനിവിടെ ഷെഡ്യൂൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഉറങ്ങുന്ന സമയമാണെങ്കിൽ, ഇപ്പോൾ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റുകയാണ്. ഉറങ്ങുന്ന സമയമാണെങ്കിൽ ആ സമയം എത്ര മുതൽ എത്ര വരെയാണെന്ന് നമുക്കിവിടെ എനേബിൾ ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ മീറ്റിങ്ങിൻ്റെ സമയം ഉണ്ടെങ്കിൽ ഇവിടെ മുകളിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സമയം നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എത്ര സമയം നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയം, അതുപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ സമയം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയം, ഏതൊക്കെ സമയത്താണോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും. ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് എനേബിൾ ചെയ്യേണ്ട, മൊബൈലിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ അതാണ് ഷെഡ്യൂൾസ് എന്നുള്ള ഫീച്ചർ. രണ്ടാമത്തെ കോൺടാക്ട്സ് ആണ്. നിങ്ങളുടെ കോൺടാക്റ്റിൽ നിന്ന് വരുന്ന കോളുകൾ, എല്ലാ കോൺടാക്റ്റിൽ നിന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ വീട്ടിലുള്ളവരോ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ HR നിങ്ങളുടെ കമ്പനിയിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്, അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു കോളുകളൊക്കെ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റി ഇവിടെ കാണുന്ന കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ നൺ, അതായത് നമുക്ക് ഒരു കോളും അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു കോൾ നമുക്ക് വരേണ്ടതാണെങ്കിൽ നൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഫേവറേറ്റ്സ് ആണ്. മൂന്നാമത്തെ ഓൾ കോൺടാക്ട്സ് ആണ്. ഞാനിവിടെ നൺ എന്ന് കൊടുത്താൽ ഒരു ഫോണിൽ നിന്ന് ഒരു കോളും വരില്ല. പക്ഷേ അത്യാവശ്യ കോളുകൾ മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കോൺടാക്ട്സ് എടുക്കുക. കോൺടാക്ട്സ് എടുത്തതിന് ശേഷം മൊബൈൽ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക. ഇവിടെയും കാണാം അവസാനം കോൺടാക്ട്സ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്ത് ഏത് വ്യക്തിയാണോ കോൾ ചെയ്യുന്ന അയാളുടെ കോൾ മിസ്സാകേണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് വന്നാൽ മതിയെങ്കിൽ ആ വ്യക്തി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാം സ്റ്റാർ ബട്ടൺ, മുകളിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട വ്യക്തികളൊക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, മുകളിൽ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ 2 എണ്ണം സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റിങ്സിലേക്ക് വന്ന് ഇവിടെ കോൺടാക്ട്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫേവറേറ്റ്സ് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫേവറേറ്റ്സ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റാർ ചെയ്ത് വെച്ച ചില മൊബൈൽ ഫോണിൽ ഫേവറേറ്റ്സ് ആയി കാണാൻ സാധിക്കുക. ചില മൊബൈൽ ഫോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ബട്ടൺ ആയിരിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എനേബിൾ ചെയ്ത കോൺടാക്റ്റുകൾ ഈ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോൺടാക്റ്റുകളിൽ നിന്ന് വരുന്ന കോളുകളും മെസ്സേജുകളും നിങ്ങൾക്ക് സൈലൻറ്റ് മോഡിലേക്ക് മാറില്ല. അവരുടെ കോളുകൾ നിങ്ങൾക്ക് വരും, അതുമാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളതൊക്കെ സൈലൻറ്റ് മോഡിലേക്ക് മാറും. കോൾ വരും, പക്ഷെ നമ്മളറിയില്ല, നമുക്ക് ശല്യമായിട്ട് മാറില്ല. മൂന്നാമത്തെ ഫീച്ചർ ആപ്സ് എന്നാണ്. ഈ ആപ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ
ചില ആപ്പുകൾ നമുക്ക് പ്രത്യേകിച്ച് വാട്സപ്പിലെ മെസ്സേജുകൾ അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന കോളുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാട്സപ്പ് മറ്റേതെങ്കിലും ബോട്ട് ടീമോ അല്ലെങ്കിൽ ഏത് ആപ്പാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ആഡ് ഓപ്ഷൻ ഉണ്ടാകും, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ മൊബൈൽ ഫോൺ ഇത് എനേബിൾ ചെയ്യാനാണ്. ഏത് ആപ്പിൽ നിന്നുള്ള മെസ്സേജാണ് എനിക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് അല്ലെങ്കിൽ കോൾ ഏതാണ് കിട്ടേണ്ടതെങ്കിൽ അത് മാത്രം എനിക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ആണെങ്കിൽ ഇത്തരത്തിൽ വാട്സപ്പ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് റിംഗ് ഫോർ റിപ്പീറ്റഡ് കോൾ എന്നുള്ളതാണ്. ഒരാൾ ഒരു തവണ വിളിച്ച് അയാൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 3 മിനിറ്റിനകത്ത് വീണ്ടും വിളിച്ചാൽ ആ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റ് മോഡിലേക്ക് മാറും. അതായത് ഒരാൾ കോൾ വിളിച്ചു, അപ്പോൾ നമുക്ക് അത് എനേബിൾ ചെയ്ത് വെച്ചാൽ ആ വിളിക്കുന്ന ആൾ ഒരു തവണ വിളിച്ചു, പിന്നെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അയാൾ അടിച്ചാൽ നമുക്ക് റിംഗ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന കോളുകളൊക്കെ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതും ഒരു നല്ലൊരു ഓപ്ഷനാണ്, എനേബിൾ ചെയ്ത് വെക്കാം. ഏറ്റവും അവസാനമുള്ള സെറ്റിങ്സ് മ്യൂട്ട് മീഡിയ വെൻ ഡു നോട്ട് ഡിസ്റ്റർബ് ഈസ് എനേബിൾഡ് എന്ന് കാണും. നമ്മൾ എനേബിൾ ചെയ്ത് ഈ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോസും വീഡിയോസുകളൊക്കെ പ്ലേ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മ്യൂട്ടായിട്ട് സൗണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ സൗണ്ട് കൂട്ടി കൊടുക്കാം. ഇത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാം. ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വരും. ഇത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.